ആലപ്പുഴയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. വീടിനോട് ചേർന്ന കാടുപിടിച്ച പറമ്പിൽ സ്ഥാപിച്ച കോൺക്രീറ്റിന് അടിയിൽ തലയോട്ടിക്ക് സമാനമായ വസ്തു കണ്ടെത്തി. കോൺക്രീറ്റ് പൊളിച്ചു നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ തെളിവ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിലും 2 വസ്ത്രങ്ങളും കൊന്തയും കിട്ടി. വി.എസ്. അനുരാഗ് ചേരുന്നു വിവരങ്ങളുമായി. അനുരാഗ്, ഈ സെബാസ്റ്റ്യന്റെ വീട്ടു പരിസരത്ത് നിന്ന് നിർണായകമായ തെളിവുകൾ കിട്ടിയെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാണാതായ സ്ത്രീകളുടെ ആണോ ഈ ശരീരഭാഗങ്ങളും മറ്റും വസ്ത്രങ്ങൾ അടക്കമുള്ളവ ആണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇക്കാര്യത്തിലൊക്കെ എപ്പോഴായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാവുക? വാർത്തകൾ എപ്പോഴായിരിക്കും നമുക്ക് കിട്ടുക? നിർണായകമായ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും പുതിയ തെളിവുകൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ തെളിവെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂറിനകത്ത് 20ഓളം അസ്ഥികഷ്ണങ്ങൾ കിട്ടുന്നു. പിന്നാലെ കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ 2 വസ്ത്രങ്ങൾ ലഭിക്കുന്നു. അതിനൊപ്പം കെടാവർന്നായ ഒരു കൊന്ത കണ്ടെത്തുന്നു. ഇപ്പോൾ ഈ കാട് പിടിച്ച പറമ്പ് വെട്ടിത്തെളിച്ചപ്പോൾ ഒരു കോൺക്രീറ്റ് ഇട്ട ഭാഗം കണ്ടെത്തി. ആ കോൺക്രീറ്റ് പൊളിച്ചുള്ള പരിശോധനയിലാണ് തലയോട്ടിക്ക് സമാനമായ ഒരു വസ്തു കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അത് തലയോട്ടിയാണോ എന്ന കാര്യത്തിലൊക്കെയും ഇനി വിശദമായ പരിശോധന വേണ്ടിവരും. ആ വസ്തു ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. മറ്റ് ഈ കോൺക്രീറ്റ് പൊളിച്ച സ്ഥലം, അവിടെയുള്ള പരിശോധന അവസാനിപ്പിച്ച് ഇപ്പോൾ മറ്റൊരു സ്പോട്ടിലേക്ക് ഈ സംഘം പോയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഒരിടത്തും വലിയ കുഴികളെടുത്തുള്ള പരിശോധനയല്ല നടക്കുന്നത്. ചെറിയ രീതിയിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. കാരണം അങ്ങനെയുള്ള പരിശോധനയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം സമാന്തരമായി വീടിനകത്ത് സെബാസ്റ്റ്യനെ ഇരുത്തിയുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഇയാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് അനൗദ്യോഗികമായി പറയുന്നത്. ഈ ചോദ്യങ്ങളോടെല്ലാം മൗനമാണ് ഇയാൾ മറുപടിയായി നൽകുന്നത്. അതിനൊപ്പം ഈ വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് ഇട്ട ഭാഗമുണ്ട്. അത് ഇവിടെ നിന്നൊക്കെയും കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അത് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പൊളിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു 2.25 ഏക്കറിൽ ഒരു ഭാഗം മാത്രം തിരിച്ചാണ് ഇപ്പോൾ കാട് വെട്ടിത്തെളിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ ഒരുപാട് വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം 20ഓളം അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പരിശോധന പുരോഗമിക്കുന്നു. ഫോറൻസിക് സംഘമുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്. അങ്ങനെ വിപുലമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെയാണ് നടന്നു വരുന്നത്. ചില കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പോലീസിനോട് വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള തെളിവെടുപ്പ് ചില സ്ഥലങ്ങളിൽ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു കുളമാണ് വറ്റിച്ച് ഇപ്പോൾ ഈ വസ്ത്രങ്ങൾ കണ്ടെത്തിയത്. മറ്റൊരു കുളവും കിണറും വറ്റിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. അഗ്നിശമന സേന മോട്ടോറുകളും മറ്റ് വസ്തുക്കളുമായി ഇവിടെ ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്. കൃത്യമായ നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചാൽ അതിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ പ്രദേശം തന്നെയാണ് പോലീസ് കൃത്യമായി പരിശോധിച്ചു വരുന്നത്. അത് സസ്പെക്ട് ആയിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ദിവസങ്ങൾക്ക് മുമ്പ് അസ്ഥികൂടം കിട്ടിയത്, കത്തിച്ച നിലയിൽ അസ്ഥികൂടം കിട്ടിയത് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം കിടക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അതിന് തൊട്ട് പരിസരത്തുള്ള പരിശോധനയിലാണ് ആദ്യം 20ഓളം അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും പരിശോധനയും തെളിവെടുപ്പും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് കിട്ടും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഉറ്റുനോക്കുന്നത്. ഓരോ സ്ഥലത്തുള്ള പരിശോധനയിലും പല സാധനങ്ങളും കിട്ടുന്നുണ്ട്. അത് കൃത്യമായി ഫോറൻസിക് സംഘം അത് ഓരോ വസ്തുക്കളായി മാറ്റി പരിശോധിക്കുന്നുമുണ്ട്. ഈ അസ്ഥികഷ്ണങ്ങളൊക്കെയും DNA പരിശോധനയിലൂടെ ആയിരിക്കും ആരുടേതാണ് എന്ന് വ്യക്തമാവുക. ഇപ്പോൾ ഈ തിരോധാന കേസുകളിലുള്ള ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും ജൈനമ്മയുടെയും ബന്ധുക്കളിൽ നിന്ന് രക്തസാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഒരു വശത്ത് DNA പരിശോധന നടക്കുകയും ചെയ്യും. എന്തായാലും തെളിവുകൾ നടക്കുന്നു. ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ബിന്ദു പത്മനാഭനും ഐഷയ്ക്കും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അതിലൊന്നും വ്യക്തമായ മറുപടി ഇതുവരെയും സെബാസ്റ്റ്യൻ നൽകിയിട്ടുമില്ല. അതിൽ ചോദ്യം ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച്, അത് ജൈനമ്മ കേസ് മാത്രമാണ്. ഈ കേസിൽ ഒരു തീരുമാനമുണ്ടായ ശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭൻ കേസിലും ഐഷ കേസിലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്താതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റസമ്മതം നടത്താതെ ഇതിനോട് സഹകരിക്കാതെ സെബാസ്റ്റ്യന് മുന്നോട്ട് പോകാനാകില്ല. അനുരാഗ് വി.എസ്. ആണ് ചേർത്തലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.